മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ആം ആദ്മി ഒരുങ്ങുന്നു. ഇന്ന് തന്നെ ഹർജി ഫയൽ ചെയ്യും എന്നാണ് അറിയുന്നത്. ആർ രാധാകൃഷ്ണൻ മറ്റു വിശദാംശങ്ങൾ നൽകും. ഈദ് മുബാറക് രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. എസ് കെ, ഞങ്ങൾക്ക് ഈദ് നാളെയാണ്. ഉത്തരേന്ത്യയിലൊക്കെ നാളെയാണ് ഈദ്. കേരളത്തിൽ കൊല്ലത്ത് ജീവിക്കുന്നു ആഘോഷിക്കാനായിട്ടുള്ള എസ് കെനും ഈദ് ആശംസകൾ. എല്ലാ സഹപ്രവർത്തകർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഡൽഹി ബ്യൂറോയുടെ ഈദ് ആശംസകൾ. നാളെ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളും വലിയ വിപുലമായിട്ട് ഈദ് ആഘോഷിക്കും. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ഡൽഹി ഹൈക്കോടതിയുടെ വിധി, ആ വിധിക്ക് എതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ആ കേസിലെ സുപ്രീം കോടതിയുടെ സമീപനം എന്തായിരിക്കും എന്നതിനെ കൂടി പരിഗണിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ ഹർജി സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ നിയമസംഘം, അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള നിയമസംഘം കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം ഈ വിഷയത്തിലുള്ളത്, അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാമ്യമല്ല, മറിച്ച് തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. ഡൽഹി ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, ഈ രേഖകളുടെ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ തെളിവുകളുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. ഒരുപക്ഷെ അത് തൻ്റെ മേൽ മുൻവിധി ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നതുൾപ്പെടെയാകും അരവിന്ദ് കെജ്രിവാളിൻ്റെ സുപ്രീം കോടതിയിലെ പ്രത്യേക അനുമതി ഹർജിയിലെ പരാമർശങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഹർജി ഫയൽ ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്, ആം ആദ്മി സംഘം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. നാളെ മുതൽ ചില ദിവസങ്ങളിൽ ഡൽഹിയിൽ അവധി തുടർച്ചയായിട്ട് വരാനായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്മേൽ നമ്പരാവുകയും ചെയ്താൽ മാത്രമേ അടുത്ത ദിവസം പരിഗണനയ്ക്ക് കേസ് എത്തുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.